ഫ്രണ്ട്സ് എല്ലാവർക്കും മല്ലൂബസ് മാസ്റ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗായ്സ്. ഗായ്സ് നമ്മളിന്ന് വന്നിരിക്കുന്നത് നമുക്ക് കഴിഞ്ഞ വ്യാഴാഴ്ച നമ്മുടെ കൊണാമി നമ്മുടെ ഗെയിമിൽ പുതിയ നാഷണൽ ലെജൻസിന്റെ പേരിൽ ഒരു പാക്ക് കൊണ്ടുവന്നായിരുന്നു. ഇതിലെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ 900 കോയിൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാണുന്ന പ്ലേയേഴ്സിന് ഒരു പ്ലെയറെ സൈൻ ചെയ്യാം. ഇതിൽ നമ്മുടെ ഇന്ത്യൻ ലെജൻഡായ സുനിൽ ഛേത്രി അടക്കം ഉണ്ട്. ടോട്ടൽ നോക്കുമ്പോൾ നമുക്ക് ഇതിൽ അറിയപ്പെടുന്ന പ്ലേയേഴ്സ് പറയുന്നത് പറഞ്ഞാൽ നമ്മുടെ ഡെനിൽസൺ നമുക്ക് ഓൾറെഡി അറിയാം, അതുപോലെ തന്നെ സുനിൽ ഛേത്രി, പിന്നെ നമ്മുടെ പാർജി സംഗ്, പിന്നെ നമ്മുടെ ആ മൊറോക്കയുടെ ഡിഫൻഡറിനെ അറിയായിരുന്നു, പിന്നെ നമ്മുടെ ഇൽമാസ്. ഇത്രയും പ്ലെയറെയാണ് എനിക്ക് അറിയുന്നുണ്ടായിരുന്നുള്ളൂ വലിയ ഇതിൽ. ബാക്കിയുള്ള ഞാൻ അധികം നോട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ ആരെയൊക്കെ വിട്ടുവേണ്ടി ക്ഷമിക്കണം. ഓക്കെ, എന്തായാലും ഗൈസ് ഇന്നത്തെ നമ്മുടെ പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലേയേഴ്സിൻ്റെ ഒക്കെ ചെറിയൊരു എക്സ്പ്ലനേഷൻ ആണ് വിത്ത് പ്ലെയർ പ്രോഗ്രഷൻ. ഏത് പ്ലെയർ എടുക്കുന്നതായിരിക്കും ഇതിൽ നല്ലത് നോക്കലാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി കേട്ടോ. എന്തായാലും ബെസ്റ്റ് പ്ലെയർ പ്രോഗ്രഷൻ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഗൈസ്. അപ്പോൾ ഗൈസ് ഇതിൽ നമ്മുടെ ആദ്യത്തെ പ്ലെയർ നമ്മുടെ ദഹേരിയാണ്. ദഹേരി വന്നിരിക്കും, മുക്തർ ദഹേരി എന്നായിട്ടുള്ള പേര്. ആള് 163 ഹൈറ്റൊക്കെ ഉള്ള ഒരു സ്ട്രൈക്കർ റോൾ, അതായത് ഗോൾ പോച്ചർ കാർഡാണ് ആളുടെ വന്നിരിക്കുന്നത്. ഫിനോൽ ഫിനിഷ് പറഞ്ഞ സ്കില്ലും ആൾക്ക് വന്നിട്ടുണ്ട്. ആൾക്ക് ഞാൻ പുറത്തെ പ്രോഗ്രഷൻ പറയണത് ഷൂട്ടിങ് 11, അതുപോലെ തന്നെ ഡ്രിബിളിങ് 4, ഡിസ്ചാർജ് 8, ലോ ബോഡി 11, ഏരിയയിൽ 4ആണ്. അത്യാവശ്യം കുഴപ്പമില്ല സ്റ്റാറ്റ്സിൽ കിട്ടുന്നുണ്ട്. കത്തിക്ക് പറഞ്ഞാൽ ഡ്രിബിളിങ് സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ കത്തിക്കുന്നുണ്ട് കേട്ടോ. അതായത് 85 ഓഫൻസീവ്നെസ് ഉണ്ട്, ബോൾ കൺട്രോൾ 82, ഡ്രിബിളിങ് 83, ടൈപ്പ് പൊസിഷൻ 80 ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡ്രിബിളിങ് സെക്ഷൻ ഉണ്ട് ഒരു സ്ട്രൈക്കറെ സംബന്ധിച്ച്. പിന്നെ നമുക്ക് ഹൈറ്റ് കുറവാണ്, ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം ഹൈറ്റ് കുറവുള്ള ഒരു പ്ലെയറാണിത്. അപ്പോൾ ഈ സ്പീഡും ആക്സലറേഷനും ഒക്കെ അത്യാവശ്യം ഉള്ളതുകൊണ്ട് തന്നെ ആൾ കുതിക്കും, ഉറപ്പുള്ള കാര്യമാണ്. ആൾക്ക് വന്നിരിക്കും പിന്നെ ഫിനിഷിങ് 94, കേള് 84, അതുപോലെ തന്നെ സ്പീഡ് 93, ആക്സലറേഷൻ 95, കിക്കിംഗ് പവർ 90, ജമ്പ് 80, ബാലൻസ് 95, സ്റ്റാമിന 95ആണ്. അത്യാവശ്യം കിട്ടുന്ന സ്റ്റാറ്റ്സ് ആണ് ആൾക്ക് വന്നിരിക്കുന്നത്. ഇതിൽ നൈസ് കടഞ്ഞാണ്, ഫിനോൽ ഫിനിഷിംഗ് ആണ്, ഗോൾ പോച്ചറാണ്. നിങ്ങൾക്ക് ഒരു കില്ലൻ ഗോൾ പോച്ചർ കാർഡൊക്കെ വേണമെങ്കിൽ എന്തായാലും ഞാൻ ആളെ റെക്കമെൻഡ് ചെയ്യും. അപ്പോൾ ഗൈസ് നമ്മുടെ അടുത്ത പ്ലെയർ ആണ് നമ്മുടെ റിസാൽ. ഈ റിസാലിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു ബ്ലിറ്റ്സ് കേൾ കാർഡാണ്. അപ്പോൾ നമ്മുടെ ഗെയിമിൽ കുറേ പേർക്ക് ബ്ലിറ്റ്സ് കേൾ കാർഡ് വേണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതിൽ ഒരെണ്ണം നമ്മുടെ ബെയിലിനൊക്കെ കുറേ പേര് എടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന ബ്ലിറ്റ്സ് കേൾ കാർഡിൽ ഒരെണ്ണം നമ്മുടെ റിസാൽ. ഈ പാക്കിലിനെ വീണ്ടും ഒരു ബ്ലിറ്റ്സ് കാർഡ് വരുന്നുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അറ്റ റിസാൽ എന്നാണ് ആളുടെ പേര്. ആളൊരു ഇന്തോനേഷ്യൻ പ്ലെയർ ആണ്, 168 ഹൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ വന്നിരിക്കുന്ന പ്രൊലിഫി വിങ്ങർ ആയിട്ടാണ്. ഞാനിപ്പോൾ ആൾക്ക് കൊടുത്തിരിക്കുന്ന പ്രോഗ്രഷൻ പറയുന്നത് ഗൈസ്, ഷൂട്ടിങ് 7, അതുപോലെ തന്നെ പാസിങ് 4, ഡ്രിബിളിങ് 10, ഡിസ്ചാരിറ്റി 8, ലോ ബോഡി 9ആണ്. ഇതിൽ അത്യാവശ്യം കുഴപ്പമില്ല സ്റ്റാറ്റ്സ് ആൾക്ക് കിട്ടുന്നുണ്ട്. ഞാൻ പിന്നെ ആൾക്ക് കൊടുത്തിരിക്കുന്നത് ഹാർഡ് വർക്കർ എന്ന് പറഞ്ഞ ബൂസ്റ്ററാണ് കേട്ടോ. ഇതിലാൾക്ക് വന്നിരിക്കുന്നത് ഒഫൻസീവ്നെസ് 84, അതുപോലെ തന്നെ ബോൾ കൺട്രോൾ 92, ഡ്രിബിളിങ് 93, ടൈറ്റ് പൊസിഷൻ 92, ലോ പാസ് 80, ലോഫ്റ്റഡ് പാസ് 81, ഫിനിഷിംഗ് 87, പ്ലേസ് കിക്ക് 82, കേള് 85, സ്പീഡ് 88, ആക്സിലേഷൻ 92, കിക്കിംഗ് പവർ 88, ബാലൻസ് 91, സ്റ്റാമിന 88. അത്യാവശ്യം കുഴപ്പമില്ല. ഡ്രിബിളിംഗ് സെക്ഷനിക്ക് വരുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ഫിനിഷിംഗ് 87 ഉണ്ട്, കേള് 85 ഉണ്ട്, ബ്ലിറ്റ്സ് കേളിന് ഇതൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല. ഓക്കെ, വിങ്ങറിനെ സംബന്ധിച്ച് അത്യാവശ്യം കുഴപ്പമില്ല എന്ന് തന്നെ പറയാം. പിന്നെ അതൊരു അറിയാലോ അത്യാവശ്യം പവർ കുറവുള്ള ഒരു പാക്ക് പോലെ എനിക്ക് ഫീൽ ചെയ്ത്. അതുപോലെ തന്നെ സ്പീഡ് 88, ആക്സലേഷൻ 92 ഉണ്ട്. അപ്പോൾ സ്പീഡും കാര്യങ്ങളൊക്കെ സെറ്റ് തന്നെയാണ്, അത്യാവശ്യം കുഴപ്പമില്ലായിട്ട് തന്നെ ഫുൾ മാച്ചൊക്കെ കളിക്കാൻ പറ്റിയൊരു സ്റ്റാമിന ആൾക്കുണ്ട്. നിങ്ങൾക്ക് ഒരു ബ്ലിറ്റ്സ് കേൾ കാർഡ് വേണം, വിങ്ങറെ വേണമെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് സൈൻ ചെയ്യേണ്ട ഒരു പ്ലെയർ നമ്മുടെ റിസാൽ കേട്ടോ. റിസാൽ നൈസാണ്. എന്തായാലും നിങ്ങളുടെ ഒപ്പീനിയൻ ജസ്റ്റ് ആൾ കമന്റ് ചെയ്യട്ടോ ഗൈസ്. ഇതിൽ നമ്മുടെ അടുത്ത പ്ലെയർ ആണ് നമ്മളുടെ സ്വന്തം അബ്ദുള്ള. അബ്ദുള്ള വന്നിരിക്കുന്നത് നമ്മുടെ സൗദി അറേബ്യയുടെ ഒരു ലെജൻഡ് ആയിട്ടാണ് കേട്ടോ. അബ്ദുള്ള വന്നിരിക്കുന്നത് ഫോക്സ് ഇൻ ദ ബോക്സ് പറഞ്ഞൊരു റോളിലാണ്. ആൾക്ക് വന്നിരിക്കുന്നത് വിഷ്ണറി പാസ് ആണ് എൻ്റെ അറിവിൽ. അതെ, വിഷ്ണറി പാസ് പറഞ്ഞ സ്കില്ലാണ് ആൾ വന്നിരിക്കുന്നത് അബ്ദുള്ള. ആൾക്ക് ഞാൻ സ്ട്രൈക്ക് ഏജൻസിൻ്റെ കൊടുത്തിരിക്കുന്നത്. ആൾക്ക് വന്ന പ്രോഗ്രഷൻ പറയുന്നത് 9 ഷൂട്ടിങ്, 1 പാസിങ്, ഡിസ്ചാർജ് 4, ഡ്രിബിളിങ് 4, ഡിസ്ചാർജ് 12, ലോ ബോഡി 8, ഏരിയയിൽ 4ആണ്. കുഴപ്പമില്ലാത്ത സ്റ്റാറ്റ്സ് അതിലേക്ക് കിട്ടുന്നുണ്ട്. ഒഫൻസീവ്നെസ് 93, അതുപോലെ തന്നെ ബോൾ കൺട്രോൾ 81, ഡ്രിബിളിംഗ് 86, ടൈറ്റ് പൊസിഷൻ 84, ഫിനിഷിംഗ് 90, കേള് 81, സ്പീഡ് 90, ആക്സലേഷൻ 91, കിക്കിംഗ് പവർ 83, ബാലൻസ് 93, സ്റ്റാമിന 82 സോറി. ഡ്രിബിളിംഗ് സെക്ഷനിക്ക് വരുമ്പോൾ കുഴപ്പമില്ല. ഒഫൻസീവ്നെസ് അടിപൊളിയാണ്, ഫിനിഷിംഗ് അടിപൊളിയാണ്, അതുപോലെ തന്നെ സ്പീഡ് ആക്സലേഷൻ അത്യാവശ്യം കുഴപ്പമില്ല. ബട്ട് ഫോക്സ് ഇൻ ദ ബോക്സ് ആണ്, അത് കുറച്ച് പേരൊക്കെ ട്രൈ ചെയ്യാറുള്ളൂ. അധികം ഫോക്സ് ഇൻ ദ ബോക്സ് ആൾക്കാർ യൂസ് ചെയ്യാൻ ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സ്ട്രൈക്കറിനെയാണ് നമ്മുടെ അബ്ദുള്ള. എന്തായാലും നിങ്ങൾ നോക്കിയിട്ട് അഭിപ്രായം പറയട്ടോ. അപ്പോൾ ഇതിൽ നമ്മുടെ അടുത്ത പ്ലെയർ ആണ് നമ്മളുടെ സേനാമോങ്. സേനാമോങ് പറയുന്നത് തായ്ലൻഡിന്റെ ഒരു ലെജൻഡാണ് കേട്ടോ. ആള് ഒരു വന്നിരിക്കുന്ന ഗോൾ പോച്ചർ കാർഡായിട്ട് തന്നെയാണ്. ആൾക്ക് ഫിനോൽ ഫിനിഷിംഗ് തന്നെയാണ് എൻ്റെ ഒരു ഇതിൽ. സോറി ഫിനോൽ ഫിനിഷിംഗ് അല്ല, ആക്സേഷൻ ബൂസ്റ്റ്. ആക്സേഷൻ ബൂസ്റ്റ് പറഞ്ഞാൽ
ഇതിലാണ് ആൾ വന്നിരിക്കുന്നത്, സ്കില്ലാണ് ആൾ വന്നിരിക്കുന്നത്. സോ ആൾക്ക് ഞാൻ കൊടുത്ത പ്രോഗ്രഷൻ പറയുന്നത് ഷൂട്ടിങ് 10, പാസിങ് 1, ഡ്രിബിളിങ് 4, ഡിക്സ്റ്റാരിറ്റി 8, ലോ ബോൾ സ്ട്രെങ്ത് 11, ഏരിയയിൽ 4 സോ കുഴപ്പമില്ലാത്ത സ്റ്റാറ്റ്സ് ആൾക്ക് ഇതിൽ വരുന്നുണ്ട്. ഒഫൻസീവ് അവേർനെസ് 94, ബോൾ കൺട്രോൾ 82, ഡ്രിബിളിങ് 87, ടൈറ്റ് പൊസിഷൻ 84, ഫിനിഷിങ് 92, കേള് 80, സ്പീഡ് 93, ആക്സലേഷൻ 94, കിക്കിംഗ് പവർ 82, ബാലൻസ് 90, സ്റ്റാമിന 90. സോ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല സ്റ്റാറ്റ്സ് തന്നെ ആൾക്ക് വരുന്നുണ്ട്. സ്പീഡ് ആയിക്കോട്ടെ, ഫിനിഷിങ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഡ്രിബിളിംഗ് സെക്ഷൻ ആയിക്കോട്ടെ, കിട്ടുന്ന സ്റ്റാറ്റ്സ് തന്നെ വരുന്നത്. അതുപോലെ തന്നെ ആൾ ആക്സലേഷൻ ബൂസ്റ്റ് ആണ്. ഓക്കെ, സോ ക്യുക്കായിട്ടൊക്കെ ഡ്രിബിൾ ചെയ്ത് കയറണമെങ്കിൽ അത്യാവശ്യം നല്ലൊരു സ്കില്ലാണ് ആക്സലേഷൻ ബൂസ്റ്റ്. സോ ഗോൾ പോച്ചർ കാർഡ് ഉണ്ട്, നിങ്ങൾക്ക് അത്യാവശ്യമൊക്കെ വേണമെങ്കിൽ, അത്യാവശ്യം സ്പീഡും ആക്സലേഷനും ഒക്കെ ഉള്ള ഒരു പ്ലെയർ വേണമെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ പ്ലെയർ എടുത്തോ പറയുള്ളൂ. സോ നമ്മുടെ അടുത്ത പ്ലെയർ ആണ് നമ്മളുടെ കാനു. സോ കാനു ഒരു ആഴ്സണലിന്റെ ലെജൻഡും കൂടിയാണ് കേട്ടോ. സോ ഞാൻ ഇത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ ആഴ്സണലിന്റെ ആളാണ്. സോ ആഴ്സണലിന്റെ ഒരു ലെജൻഡാണ്. അതുപോലെ തന്നെ ആള് നൈജീരിയയുടെ ഒരു ലെജൻഡും കൂടിയാണ്. നൈജീരിയ ആണ് നാഷണൽ ടീം. സോ ആൾക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത് ഡീപ് ലൈൻ ഫോർവേഡ് പറഞ്ഞ ഒരു സ്കില്ലിലാണ്. സോ ഇതിൽ ആൾക്കും വന്നിരിക്കുന്നത് ആക്സലേഷൻ ബൂസ്റ്റ് പറഞ്ഞ സ്കില്ലാണ്. സോ കാനു, ഓക്കെ, കാനു എന്നാണ് ആളുടെ പേര്. സോ ആൾക്ക് ഞാൻ കൂടുതൽ പ്രോഗ്രഷൻ പറയുന്നത് 9 ഷൂട്ടിങ്, ഡിക്സ്റ്റാരിറ്റി 12, ലോ ബോഡി 9, ഏരിയയിൽ 5. സോ അത്യാവശ്യം കുഴപ്പമില്ല സ്റ്റാറ്റ്സിൽ കിട്ടുന്നുണ്ട്. 89 ഒഫൻസീവ് അവേർനെസ്, ബോൾ കൺട്രോൾ 84, ഡ്രിബിളിങ് 82, ടൈറ്റ് പൊസിഷൻ 86, ഫിനിഷിങ് 90 ഉണ്ട്. അതുപോലെ തന്നെ സ്പീഡ് 83, ആക്സലേഷൻ 90, കിക്കിംഗ് പവർ 84, ബാലൻസ് 91, സ്റ്റാമിന 81. പോരാട്ടോ, എന്നാലും ആൾക്ക് ഹൈറ്റ് 196 ഉണ്ട് ഗൈസ്. ആൾക്ക് വല്ല ബുള്ളച്ചേട്ടറായിട്ട് കൊണ്ടുവരികയാണെങ്കിൽ പെടയായിരിക്കും. ബട്ട് ഇത് ഡീപ് ലൈൻ ഫോർവേഡ് ആണ്. അതുപോലെ തന്നെ ആക്സലേഷൻ ബൂസ്റ്റ് പറഞ്ഞ സ്കില്ലിലാണ് ആള് വന്നിരിക്കുന്നത്. ഓക്കെ, സോ എടുക്കണോ ചോദിച്ചാൽ നിങ്ങൾ എന്തായാലും നോക്കി നോക്കും, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ എടുത്തോ. സ്കിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡബിൾ ടച്ച്, മാർസ് റിട്ടേൺ, ഷൂട്ടിംഗ് സ്കില്ലായിട്ട് ലോങ് റേഞ്ച് കിർലർ ഉണ്ട്. കുഴപ്പമില്ല, സൂപ്പർ സബാണ് ആള്. നല്ല റെക്കമെൻഡേഷൻ ഇല്ല കേട്ടോ, ഞാൻ പോണ്ടെന്ന് പറയുള്ളൂ. ഓക്കെ, സോ എന്തായാലും നമ്മുടെ അടുത്ത പ്ലെയർ ആണ് നമ്മുടെ ഈ പാക്ക് തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലെയർ, നമ്മുടെ ഡെനിൽസൺ. സോ ഡെനിൽസൺ ഓൾറെഡി നമുക്ക് ഈ ഫുട്ബോളിലൊക്കെ വന്ന നല്ല പരിചയമുള്ള ഒരു കാർഡാന്ന് നിങ്ങൾക്ക് അറിയാലോ. സോ ഡെനിൽസനെ നോക്കുകയാണെങ്കിൽ ഗൈസ് ആൾക്ക് കുഴപ്പമില്ലാത്ത പ്രോഗ്രഷൻ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. എജിലിറ്റിയാണ് ബൂസ്റ്ററായിട്ട് കൊടുത്തിരിക്കുന്നത്. സോ ഞാൻ പ്രോഗ്രഷൻ പറയുന്നത് ഷൂട്ടിംഗ് 11, പാസിംഗ് 5, ഡ്രിബിളിംഗ് 7, ഡിക്സ്റ്റാരിറ്റി 7, ലോ ബോഡി 8. സോ കുഴപ്പമില്ലാത്ത സ്റ്റാറ്റ്സിൽ വരുന്നുണ്ട്. പിന്നെ ഡിഫെൻഡിങ്ങിക്ക് ഒന്നും കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾ മറ്റേക്ക് ആഡ് ചെയ്താൽ മതി. സോ ആൾക്ക് ഞാൻ കൊടുത്തിന് പ്രോഗ്രഷൻ പറയുന്നത് 79 ഒഫൻസീവ്. ഒഫൻസീവ് ആളുടെ കാർഡ് പണ്ട് മുതലേ എന്തൊക്കെ ഒരു അപാകതയുള്ള കാർഡാണ്. അതുകൊണ്ട് നമുക്ക് എന്താ അറിയില്ല, ഒരു ജഡ്ജിങ് കുറവുണ്ട്. എനിക്ക് വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ല ആളെ റിവ്യൂവും കാര്യങ്ങളൊന്നും ചെയ്യാനൊന്നും വരുമ്പോൾ തന്നെ. സോ ആൾക്ക് കിട്ടിയിരിക്കുന്ന ബോൾ കൺട്രോൾ 90, ഡ്രിബിളിംഗ് 94, ടൈറ്റ് പൊസിഷൻ 93, ലോ പാസ് 80, ലോഫ്റ്റഡ് പാസ് 82, ഫിനിഷിംഗ് 83 കുറവാണ് ഞാൻ പറഞ്ഞില്ല. അതുപോലെ തന്നെ കേൾ 75, അതുപോലെ സ്പീഡ് 71, ആക്സലേഷൻ 93, കിക്കിംഗ് പവർ 88, ബാലൻസ് 92, സ്റ്റാമിന 81. ഡ്രിബിളിംഗ് സെക്ഷനിലേക്കും സ്പീഡും ആക്സലേഷനും ഒക്കെ ആൾ പക്കനാണ്. ബാലൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് എന്നാൽ ടേണൊക്കെ എടുത്ത് പോകാനൊക്കെ പറ്റും. ബട്ട് എന്നാലും ആളുടെ കാർഡ്സിനൊക്കെ എന്തോ ഒരു അപാകത ഉണ്ട്. അത് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്തോ. സോ ആൾ വന്നിരിക്കുന്നത് എഡ്ജർ ക്രോസിംഗ് ആണ്. ബട്ട് എഡ്ജർ ക്രോസിങ്ങിനുള്ള പാസിങ്ങും കാര്യങ്ങളൊന്നും ആൾക്ക് ഇതിലില്ല. ഓക്കെ, സോ നിങ്ങൾക്ക് എന്തായാലും ഒരു വിങ്ങറെ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ തന്നെയാണ്. ബട്ട് ഡെനിൽസനെ മിക്കവരും എടുക്കാൻ ചാൻസ് ഇല്ല ഇതിന്. ഓക്കെ, പിന്നെ ഈ അടുത്ത പ്ലെയറാണ് നമ്മുടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ നോർത്ത് കൊറിയൻ സൗത്ത് കൊറിയയുടെയും ലെജൻഡായ നമ്മുടെ പാർജി സങ്. സോ പാർജി സങ് അറിയാലോ, യുണൈറ്റഡിന്റെ കളഞ്ഞാണ് ഇത് വന്നിരിക്കുന്നത്. സോ ആള് ബോക്സ് ടു ബോക്സ് കാർഡാണ്, അത്യാവശ്യം കിട്ടലിനാണ്. ആൾക്ക് കൊടുത്തിരിക്കണ ബൂസ്റ്റർ പറയുന്നത് പാസിംഗ് ആണ് കേട്ടോ. സോ ആൾക്ക് ഞാൻ കൊടുത്തിന പ്രോഗ്രഷൻ പറയുന്നത് ഷൂട്ടിംഗ് 8, പാസിംഗ് 8, ഡ്രിബിളിംഗ് 8, ഡിക്സ്റ്റാരിറ്റി 8, എൻ്റെത് 8ൻ്റെ കളിയോ. അതുപോലെ തന്നെ ലോ ബോഡി 10. സോ കുഴപ്പമില്ലാത്ത സ്റ്റാറ്റ്സ് ആൾക്ക് ഇതിൽ വരുന്നുണ്ട്. ആൾക്ക് കൊടുത്തിരിക്കുന്നത് പറയുന്നത് ഒഫൻസീവ് അവേർനെസ് 85, ബോൾ കൺട്രോൾ 84, ഡ്രിബിളിംഗ് 85, ടൈറ്റ് പൊസിഷൻ 85, പാസിംഗ് 85, ലോഫ്റ്റഡ് പാസ് 80. ഇതെന്താ 85ൻ്റെ കളിയോ. അതുപോലെ തന്നെ 81 കേളുണ്ട്. കുഴപ്പമില്ല, ഫിനിഷിംഗ് ഒക്കെ 75 ഉള്ളൂ. ബട്ട് ആളൊരു ബോക്സ് ടു ബോക്സ് പ്ലെയർ ആണ്. അതായത് എല്ലായിടത്തും കളിക്കും ആള്. ലെഫ്റ്റ് വിങ് ഫോർവേഡ്, റൈറ്റ് വിങ് ഫോർവേഡ്, ലെഫ്റ്റ് മിഡ്ഫീൽഡ്, റൈറ്റ് മിഡ്ഫീൽഡ്, AMF, SS, ഡിഫൻസീവ് മിഡ്ഫീൽഡർ, സെൻട്രൽ മിഡ്ഫീൽഡർ, ലെഫ്റ്റ് ബാക്ക്, റൈറ്റ് ബാക്ക്, എല്ലായിടത്തും കളിക്കുള്ളൂ. ഓക്കെ, ആളുടെ ഇത് നോക്കി ഞങ്ങൾക്ക് മനസ്സിലാവും, ഗ്രാഫ് നോക്കി കഴിഞ്ഞാൽ എല്ലായിടത്തും കളിക്കുന്ന പ്ലെയറാണ്. അതുപോലെ തന്നെ സ്പീഡ് 88, ആക്സലേഷൻ 90, കിക്കിംഗ് പവർ 86, ബാലൻസ് 83, സ്റ്റാമിന 90. സ്റ്റാമിനയുടെ ആയിരുന്നു പറയണ്ട, പാർജി സങ് ആണ്, അറിയാലോ നിങ്ങൾക്ക്. സോ ആളിപ്പോൾ വന്നിരിക്കുന്നത് വിഷണറി പാസ് പറഞ്ഞ സ്കില്ല് തന്നെയാണ്. കുഴപ്പമില്ല, ആൾക്ക് പിൻ പോയിന്റ് ക്രോസിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വിങ്ങിലൊക്കെ ഇട്ട് കളിക്കാൻ ടോപ്പ് ആയിരിക്കും കേട്ടോ. സോ എന്തായാലും എടുക്കാൻ റെക്കമെൻഡ് ചെയ്യണതിൽ ഒരു കാർഡ് തന്നെ ആയിരിക്കും. ഓക്കെ, സോ നല്ലൊരു കാർഡ് തന്നെയാണ് നമ്മളുടെ
പാർജീസാൻ. സോ ഗൈസ് നമ്മുടെ അടുത്ത പ്ലെയറാണ് നമ്മുടെ ഇന്ത്യൻ ലെജൻഡ് സുനിൽ ഛേത്രി. ആളെ കുറിച്ച് അധികം പറയണില്ല, കാരണം ആളുടെ ഓൾറെഡി റിവ്യൂ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയാൽ മതി. ടോപ്പ് കാർഡാണ്, ഗോൾ പോച്ചർ കാർഡാണ് ആൾ വന്നിരിക്കുന്നത്. സോ ആളുടെ പ്രോഗ്രഷൻ ഞാൻ പറഞ്ഞുതരാം. സോ ഞാൻ ഇപ്പോൾ കൊടുത്ത പ്രോഗ്രഷൻ പറയുന്നത് ഷൂട്ടിങ് 11, അതുപോലെ തന്നെ ഡ്രിബിളിങ് 4, ഡിക്സ്റ്റാരിറ്റി 8, 11 ലോബോഡ് സ്ട്രെങ്ത്, ഏരിയയിൽ 4 നല്ല സ്റ്റാറ്റ്സ് ഉണ്ട്. ഒഫൻസീവ്നെസ് 90, ബോൾ കൺട്രോൾ 85, ഡ്രിബിളിങ് 87, ടൈറ്റ് പൊസിഷൻ 83, ഫിനിഷിങ് 94, പ്ലേസ് കിക്കിങ് 82, കേള് 87, സ്പീഡ് ആക്സലേഷൻ 91, അതുപോലെ തന്നെ കിക്കിംഗ് പവർ 87, ബാലൻസ് 86, സ്റ്റാമിന 88. സോ സെറ്റാണ്. സ്പീഡും ആക്സലേഷൻ, അതുപോലെ തന്നെ ഫിനിഷിങ്, ഒഫൻസീവ് അവയർനെസ്, ഡ്രിബിളിങ് സെക്ഷൻ, കേള്, അതൊക്കെ സെറ്റ് തന്നെയാണ്. ആളെ കിടിലൻ കാർഡാണ്. ഫിനിഷിംഗ് പറഞ്ഞ സ്കില്ലാണ് വന്നിരിക്കുന്നത്. ടോപ്പ് കാർഡാണ്, ഒന്നും പറയാതെ ഗൈസ്. കിടിലൻ കാർഡാണ് സുനിൽ ഛേത്രി കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. സോ ഗൈസ് ഇതിലേക്ക് നമ്മുടെ അടുത്ത പ്ലെയർ ആണ് ഈ പാക്കത്തെ അടുത്തൊരു ബ്ലിറ്റ്സ് കേള്. അത് നമ്മുടെ ഇൽമാസ് ആണ്. ഓക്കെ, നമ്മുടെ ടർക്കിയുടെ ഒരു പ്ലെയർ ആണ്. സോ തുർക്കി രാജ്യം ഉണ്ടല്ലോ, സോ അതിന്റെ ലെജൻഡ് കാർഡാണ്. അതുപോലെ തന്നെ ആള് കളിച്ചേർന്ന് നിങ്ങൾക്ക് അറിയാം, ലില്ലിക്ക് വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, നമ്മുടെ ലീഗ് വണ്ണത്തൊക്കെ ഫ്രഞ്ച് ലീഗത്തെ ലില്ലിക്ക് വേണ്ടി കളിച്ചേർന്ന ആള്. സോ ആ ടൈമത്തെ കാർഡാണ്. അപ്പോൾ ആളുടെ ബ്ലിറ്റ്സ് കേളാണ് മെയിനായിട്ട് പറയുന്നത്. ഞാൻ പറഞ്ഞു നമ്മുടെ റിസാലും അതുപോലെ തന്നെ ഈ കാർഡും ബ്ലിറ്റ്സ് കേളാണ്. നിങ്ങൾക്ക് ബ്ലിറ്റ്സ് കേൾ ഉപകാരം ഉള്ളൊരു കാർഡ് വേണോ, ഈ കാർഡ് എടുത്തോ പറയുള്ളൂ. സോ ആൾക്ക് ഞാൻ കൊടുത്ത പ്രോഗ്രഷൻ പറയുന്നത് 9 ഷൂട്ടിങ്, ഡ്രിബിളിങ് 3, ഡിക്സ്റ്റാരിറ്റി 12, ലോബോഡ് സ്ട്രെങ്ത് 8, ഏരിയയിൽ 5 സോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്റ്റാറ്റ്സ് ആൾക്ക് ഇതിൽ വരുന്നുണ്ട്. ഒഫൻസീവ് 89, ഡ്രിബിളിങ് 80, ഫിനിഷിങ് 92, പ്ലേസ് കിക്കിങ് 84, കേള് 85, സ്പീഡ് 92, ആക്സലേഷൻ 90, കിക്കിംഗ് പവർ 97, ഫിസിക്കൽ കോണ്ടാക്ട് 80, ബാലൻസ് 80, സ്റ്റാമിന 84. സോ ഫിനിഷിങ്ങിന്റെ കാര്യത്തേക്കും കേളിക്ക് വരുമ്പോഴും കിട്ടലിന് തന്നെയാണ്. 92 ഫിനിഷിങ്ങും, കേള് 85 ഉണ്ട്, സ്പീഡ് ആക്സലേഷൻ കിക്കിംഗ് പവർ തീയാണ്, കത്തി നിൽക്കുന്നുണ്ട്. കുഴപ്പമില്ലാത്ത ഒഫൻസീവ്നെസ് ഉണ്ട്. ഗോൾ പോച്ചർ കാർഡാണ് വിത്ത് സ്ട്രൈക്കേഴ്സ് ഇൻസ്റ്റന്റ് ബൂസ്റ്റർ കൊടുത്താൽ മതി. സോ സെറ്റ് കടഞ്ഞ കേട്ടോ ആള്. ബ്ലിറ്റ്സ് കേളാണല്ലോ മെയിൻ. സോ ലോങ് റേഞ്ച് ഷൂട്ടിങ്, ലോങ് റേഞ്ച് കേർലറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നെക്കിൾ ഷോട്ട് ഉണ്ട്, ഡിപ്പിംഗ് ഷോട്ട് ഉണ്ട്. ഡബിൾ ടച്ച് ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കത്തും കാർഡ് ഉറപ്പുള്ള കാര്യം. പിന്നെ 1 ടച്ച് ത്രൂ പാസിംഗ് ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോപ്പ് ആയിരിക്കും. സോ നല്ല കാർഡാണ്. ബ്ലിറ്റ്സ് കേൾ കാർഡ് വേണോ എടുത്തോ, ഞാൻ അത്രേ പറയുള്ളൂ. ടോപ്പ് കാർഡാന്ന് തന്നെയാണ് നമുക്ക് വിലയിരുത്താൻ പറ്റുള്ളൂ ഈ കാർഡ്. അപ്പോൾ ഗൈസ് ഇതിൽ നമ്മുടെ അടുത്തൊരു കാർഡാണ് നമ്മുടെ മൊറോക്കൻ ലെജൻഡായ ബെനാറ്റിയ. സോ ബെനാറ്റിയ ഒരു യുവന്റസിന്റെ പ്ലെയറും കൂടിയാണ് കേട്ടോ. സോ യുവന്റസിന്റെ പ്ലെയർ വെച്ചാൽ ആള് 2018 മൊറോക്കയ്ക്ക് വേണ്ടി കളിക്കുമ്പോഴുള്ള കാർഡാണിത്. സോ അന്നാൾ യുവന്റസിന്റെ പ്ലെയർ ആയിരുന്നു. അപ്പോൾ ആള് വന്നിരിക്കുന്ന സ്കില്ല് പറയുന്നത് ഏരിയൽ ഫോർട്ട് പറഞ്ഞ സ്കില്ലിലാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റാറ്റ്സ് ആൾക്ക് വരുന്നത് 190 ഹൈറ്റ് ഉണ്ട് കേട്ടോ ആൾക്ക്. സോ സെറ്റ് കളഞ്ഞ വേണമെങ്കിൽ പറയാം. ഡിഫൻസീവില് നോക്കുകയാണെങ്കിൽ ഓട്ടൊക്കെ കൊടുത്തതിന് അത്യാവശ്യം കിടിലൻ ഡിഫൻസീവ് സ്റ്റാറ്റ്സ് കിട്ടും. അതുപോലെ തന്നെ ഡിഫെൻഡിങ് പറഞ്ഞ ബൂസ്റ്ററും കൊടുത്തതിനാൽ ബട്ട് സ്പീഡ് ആക്സലേഷനും കുറവായിരിക്കും. ഞാനപ്പോൾ ഇതിൽ സ്പീഡ് ആക്സലേഷനും കുറച്ച് കൂട്ടിയിട്ടുള്ള ഒരു സ്റ്റാറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആൾക്ക് കൊടുത്ത പ്രോഗ്രഷൻ പറയുന്നത് ഡിക്സ്റ്റാരിറ്റി 9, ലോ ബോഡി 8, ഏരിയയിൽ 5, ഡിഫെൻഡിങ് 10. സോ ഇതിൽ വന്നിരിക്കുന്ന സ്റ്റാറ്റ്സിന് ഹെഡിങ് 85 ഉണ്ട്. അതുപോലെ തന്നെ ഡിഫൻസീവ് അവയർനെസ് 92, ഡിഫൻസീവ് എൻഗേജ്മെന്റ് 92, ടാക്ലിംഗ് 90, അഗ്രഷൻ 94, സ്പീഡ് 92, ആക്സലേഷൻ 81, കിക്കിംഗ് പവർ 81, ജെൻബ് 90, ഫിസിക്കൽ കോണ്ടാക്ട് 93, സ്റ്റാമിന 87. സോ ഈ പ്രോഗ്രഷനിൽ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഡിഫൻസീവില് നമുക്ക് ഓടി പിടിക്കാനൊക്കെ ഡിഫൻസ് ഭയങ്കര ഇതാണ്. അതുപോലെ തന്നെ ഏരിയൽ ഫോർട്ടാണ് വന്നിരിക്കുന്നത്. ഇതൊരു ടോപ്പ് കാർഡാണ്, ഹൈലി റെക്കമെൻഡഡ് കാർഡാണ് കേട്ടോ നമ്മുടെ ഈ പറഞ്ഞ ബെനാറ്റിയ. സോ സെറ്റ് കാർഡാണ് കേട്ടോ. ഇങ്ങ് എന്തായാലും ട്രൈ ചെയ്തോ ഞാൻ പറയുള്ളൂ. ഇൽമാസ്, റിസാല്, ഈ കാർഡ് പാർജിസങ്, ഡെനിൽസൺ, സുനിൽ ഛേത്രി, ഈ കാർഡ്സ് ഇപ്പൊ എത്ര നോക്കിയാലും ടോപ്പ് കാർഡുള്ള കേട്ടോ ഇത് നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ പാക്കിൽ നമ്മുടെ അടുത്തൊരു പ്ലെയർ ആണ് അക്രം. സോ അക്രം പറയുന്നത് നമ്മുടെ ഈജിപ്തിന്റെ ഒരു ലെജൻഡ് ആണ് കേട്ടോ. സോ ഈജിപ്തിന്റെ ലെജൻഡ് ആണ്. ആളൊരു സെൻട്രൽ മിഡ്ഫീൽഡ് റോളിലാണ് വന്നിരിക്കുന്നത്. ലോങ് റീ ടാക്കിൾ പറഞ്ഞ സ്കില്ലും ആൾക്കുണ്ട്, കുഴപ്പമില്ല. ആൾക്കിനപ്പോൾ കൊടുത്തിരിക്കുന്നത് ബൂസ്റ്റർ പറയുന്നത് പാസിങ് തന്നെയാണ്. സോ ഇതിൽ ആൾക്ക് വന്ന പ്രോഗ്രഷൻ പറയുന്നത് പാസിങ് 12, ഡ്രിബിളിങ് 8, ഡിക്സ്റ്റാരിറ്റി 4, ലോ ബോഡി 8, ഡിഫെൻഡിങ് 8. സോ കുഴപ്പമില്ലാത്ത സ്റ്റാറ്റ്സ് ഇതിലേക്ക് വരുന്നുണ്ട്. 80 ഒഫൻസീവ് അവയർനെസ്, ബോൾ കൺട്രോൾ 85, ഡ്രിബിളിങ് 80, ടൈറ്റ് പൊസിഷൻ 83, ലോ പാസ് 94, ലോഫ്റ്റഡ് പാസ് 93. കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ല. അതുപോലെ തന്നെ ഡിഫെൻഡിങ് ഏരിയ നോക്കുകയാണെങ്കിൽ 82, ഡിഫൻസീവ് അവയർനെസ് ഉണ്ട്, എൻഗേജ്മെന്റ് 93 ഉണ്ട്, ടാക്ലിംഗ് 82 ഉണ്ട്, അഗ്രഷൻ 82 ഉണ്ട്, സ്പീഡ് 94, ആക്സലേഷൻ 83, കിക്കിംഗ് പവർ 84, സ്റ്റാമിന 94. സോ കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ല. പാസിംഗ് കുറച്ച് കൂട്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും നിങ്ങൾ നോക്കി നോക്ക്. ഞാൻ ഹൈ റെക്കമെൻഡ് ആണ് ചോദിച്ചാൽ നിങ്ങൾക്ക് മിഡ്ഫീൽഡറൊക്കെ ആവശ്യമുണ്ടെങ്കിൽ സൈൻ ചെയ്ത് പറയാം, എന്നാലും റെക്കമെൻഡ് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്തൊരു പ്ലെയർ ആണ് നമ്മളുടെ ഡെംസി. ഓക്കെ, ഡെംസി പറയുന്നത് നമ്മളുടെ ഫുൾ ഹാമിൻ്റെ ഒക്കെ ഒരു ലെജൻഡാണ്. സോ ഫുൾ ഹാമിൻ്റെ ഒക്കെ ലെജൻഡാണ് ആള്.
എനിക്ക് നാളെ വലിയ പരിചയമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഡീപ് ലൈൻ ഫോർവേഡ് ആയിട്ടാണ് ആൾ വന്നിരിക്കുന്നത്. ഫിനോൽ ഫിനിഷിങ്ങിന് പോകുന്നുണ്ട് ആളുടെ. അത് ഫിനോൽ ഫിനിഷിങ് തന്നെയാണ്. സോ ഏജ് ഒക്കെ പറയുന്നത് 31 ഏജിലുള്ള ആളാണ്. അത്യാവശ്യം കുഴപ്പമില്ല. നമ്മുടെ സുനിൽ ഛേത്രിയൊക്കെ വന്നത് 39 ചെങ്ങായിയുടെ കൂട്ടിയിട്ടിട്ട് ചെങ്ങായിമാര്. സോ സ്ട്രൈക്കേഴ്സിൻ്റെ ആണ് ബൂസ്റ്റർ കൊടുത്തിരിക്കുന്നത്. ഡീപ് ലൈൻ ഫോർവേഡ് അതിൻ്റെ ഞാൻ വലിയ ഇൻട്രസ്റ്റ് കാണിക്കില്ല. എന്നാലും ആൾക്ക് കൊടുത്തിട്ട് പ്രോഗ്രഷൻ പറയുന്നത് ഷൂട്ടിങ് 10, ഡ്രിബിളിങ് 4, ഡിക്സ്റ്റാരിറ്റി 9, ലോ ബോഡി 11, ഏരിയയിൽ 4 പക്ഷെ അത്യാവശ്യം കുഴപ്പമില്ല. സ്റ്റാറ്റ്സിൽ കിട്ടുന്നുണ്ട്. ഒഫൻസീവ് അവർനെസ് 93, ബോൾ കൺട്രോൾ 87, ഡ്രിബിളിങ് 83, ടൈറ്റ് പൊസിഷൻ 80, ഫിനിഷിങ് 90, പ്ലേസ് കിക്ക് 81, കേള് 84, സ്പീഡ് 91, ആക്സലേഷൻ 92, കിക്കിംഗ് പവർ 92. കുഴപ്പമില്ല കേട്ടോ. ബാലൻസ് 91, സ്റ്റാമിന 91. ബട്ട് ആളുടെ പ്ലേ സ്റ്റൈലാണ് കുറേ പേർക്ക് പിടിക്കാത്തത്. ബട്ട് സ്റ്റാറ്റ്സ് കുഴപ്പമില്ല. എന്തായാലും സ്റ്റാറ്റ്സ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെടാൻ എടുത്തോ. ഫിനോൽ ഫിനിഷിംഗ് ആണ് ആൾക്ക് സ്കില്ല് വന്നിരിക്കുന്നത് കേട്ടോ. സോ ഇനി ഇവിടെ അവസാന സെക്ഷനിലേക്ക് വരാം. സോ ഇവിടെ വന്നിരിക്കുക നമ്മുടെ ജപ്പാൻ്റെ ഒരു ലെജൻഡാണ് ഗൈസ്, കക്കിട്ടാനി. സോ കക്കിട്ടാനി പറയുന്നത് ഒരു പ്ലെയർ ആണ്. അത് അവിടുത്തെ വലിയൊരു ക്ലബിൻ്റെ പ്ലെയർ ആണ്. ഓക്കെ. സോ 176 ഉള്ള ഹൈറ്റും കാര്യങ്ങളൊക്കെ ആൾ വന്നിരിക്കുന്നത്. സെൻട്രൽ ഫോർവേഡ്, ഡീപ്പ് ലൈൻ ഫോർവേഡ് ആയിട്ട് തന്നെയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്റ്റാറ്റ്സ് ആയിട്ട് ഇതാണ്. കുറേ പേര് ജപ്പാനൊക്കെ എടുത്തിട്ടുണ്ട് യൂസേഴ്സ്. അവർക്കൊക്കെ ഇത് 30 രൂപയ്ക്ക് കിട്ടും. ഓക്കെ. സോ നമ്മൾ ആൾക്ക് കൊടുക്കുന്ന പ്രോഗ്രഷൻ പറയുന്നത് ഷൂട്ടിങ് 10, അതുപോലെ തന്നെ ഡ്രിബിളിങ് 2, ഡിക്സ്റ്റാരിറ്റി 10, ലോ ബോഡി 12 ആണ്. അത്യാവശ്യം കുറേ സ്റ്റാറ്റ്സ് വരുന്നുണ്ട്. ഡ്രിബിൾ സെക്ഷനിലേക്ക് ആൾ കത്തിയിക്കുന്നുണ്ട്. ഒഫൻസീവ് അവേഴ്സ് 90, ബോൾ കൺട്രോൾ 94, ഡ്രിബിളിങ് 86, ടൈറ്റ് പൊസിഷൻ 84, അതുപോലെ തന്നെ ഫിനിഷിങ് 94, കേള് 90 സെറ്റ് തന്നെയാണ് കേട്ടോ ആള്. അതുപോലെ തന്നെ സ്പീഡ് 91, ആക്സലേഷൻ 93, കിക്കിംഗ് പവർ 89, ബാലൻസ് 94, സ്റ്റാമിന 87. സോ സെറ്റ് കടഞ്ഞാണ്. അത്യാവശ്യം കിട്ടുന്ന സ്റ്റാറ്റ്സ് കാരണം ഡീപ്പ് ലൈൻ ഫോർവേഡ് ആണ്. ആൾക്ക് വന്നിരിക്കുന്ന സ്കില്ല് പറയുന്നത് ഫിനോൽ ഫിനിഷിങ് തന്നെയാണ്. ഇയാൾക്ക് ബ്ലിറ്റ്സ് കൊടുത്ത് ഒന്നുകൂടി നൈസായിരുന്നു കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഫിനിഷിങ്ങും കേളൊക്കെ അത്യാവശ്യം എത്തിക്കാൻ പറ്റുന്നുണ്ട്. എന്തായാലും കുഴപ്പമില്ലാത്ത കാർഡ് തന്നെയാണ് ഗൈസ്. ഡബിൾ ടച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ എന്തായാലും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്ക്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ അടുത്തൊരു പ്ലെയർ ആണ് ഗൈസ് നമ്മളുടെ മൗസോസോ അങ്ങനെ വിളിക്കാം നമുക്ക്. ഓക്കെ. സോ ആൾ വന്നിരിക്കുന്നത് സെനഗലിന്റെ പ്ലെയർ ആണ് കേട്ടോ. നമ്മുടെ ഫെബർജാനോ എന്താ ടീമിന്റെ ഒരു തുർക്കിഷ് ലീഗത്തെ ആ ടീമിന്റെ ലെജൻഡ് കൂടിയാണ് കേട്ടോ. സോ ആൾക്ക് വന്നിരിക്കുന്നത് ഫോക്സ് ഇൻ ദ ബോക്സ് പറഞ്ഞ സ്കില്ല്. മിക്കൊരു സെൻട്രൽ ഫോർവേഡ് ആണ്. ഫോക്സ് ഇൻ ദ ബോക്സും കൂടുതലാണ് ഗൈസ്. സോ ആൾ വന്നിരിക്കുന്നത് ഇപ്പോൾ ബുള്ളറ്റ് ഹെഡറോ. ആൾക്ക് അയച്ചെത്രണ്ട് 180 ബുള്ളറ്റ്. മച്ചങ്ങായിക്ക് ബുള്ളറ്റ് ഹെഡ്, അബ്ദുള്ളക്ക് ബുള്ളറ്റ് ഹെഡർ കൊടുത്താൽ പിന്നെയും കുഴപ്പമുണ്ടായിരുന്നു. ഇയാൾക്ക് ബുള്ളറ്റ് ഹെഡറാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഗൈസ്. ഓക്കെ. സോ ആൾക്ക് കൊടുക്കുന്ന പ്രോഗ്രഷൻ പറഞ്ഞിരിക്കും 10 ഷൂട്ടിങ്, ഡ്രിബിളിങ് 4, ഡിക്സ്റ്റാരിറ്റി 12, ലോ ബോഡി 8, ഏരിയയിൽ 4 കേട്ടോ. സോ ഇതിൽ കുഴപ്പമില്ലാത്ത സ്റ്റാറ്റ്സ് ഉണ്ട് പറയാം. 94 ഒഫൻസീവ് അവയർനെസ്, ഡ്രിബിളിങ് 80, ഫിനിഷിങ് 92, ഹെഡിങ് 80, സ്പീഡ് 90, ആക്സിലേഷൻ 89, കിക്കിംഗ് പവർ 92, ജമ്പ് 90, ഫിസിക്കൽ കോണ്ടാക്ട് 87, ബാലൻസ് 80, സ്റ്റാമിന 83. കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ല. ബുള്ളറ്റ് ഹെഡർ കാർഡാണ്. 180 ഹൈറ്റ് ഉള്ളു. പക്ഷേ അത് നിങ്ങൾക്ക് ചിലവർക്ക് വലിയ പിടിക്കില്ല. ഓക്കെ. കാനു കുഴപ്പമില്ലാത്ത യൂറോപ്യൻ ലെജൻഡ് ആണ് ആൾ. ഓക്കെ. സോ യൂറോപ്പ ലീഗിലൊക്കെ കളിച്ച് അത്യാവശ്യം പരിചയമുള്ള ഒരു ലെജൻഡാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. സോ ഇതിൽ അടുത്ത പ്ലെയറാണ് നമ്മുടെ മെക്സിക്കോയുടെ ഒരു സെൻറ്റർ ബാക്കായ നമ്മുടെ മാർക്യൂസ്. സോ മാർക്യൂസ് കുഴപ്പമില്ല. റാഫേൽ മാർക്യൂസ് നല്ല പേര്. ആള് മറ്റേ വെറോണ അല്ലേ ടീം തോന്നുന്നുണ്ട്. സോ വെറോണയ്ക്കൊക്കെ വേണ്ടി കളിച്ചിട്ടുള്ള ഒരു മെക്സിക്കൻ ലെജൻഡാണ്. അപ്പോൾ ആളൊരു ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്റ്റാറ്റ്സ് വരുന്ന ഒരു ഡിഫൻഡറാണ്. ബിൽഡപ്പ് കാർഡാണ്. ഈ പാക്കത്തെ മസ്റ്റ് സൈനിലൊരു പ്ലെയർ തന്നെ പറയാം നമ്മുടെ മാർക്യൂസ്. സോ ആൾ കൊടുത്ത പ്രോഗ്രഷൻ പറയുന്നത് ഡിക്സ്റ്റാരിറ്റി 8, ലോ ബോഡി 7, ഏരിയയിൽ 8, ഡിഫെൻഡിങ് 10 ആണ്. സോ അത്യാവശ്യം ഉള്ള സ്റ്റാറ്റ്സിൽ വരുന്നുണ്ട്. ഹെഡിങ് 84 ഉണ്ട്. ലോ പാസ്, ലോഫ്റ്റഡ് പാസ് 73, 74 കുഴപ്പമില്ല. അതുപോലെ തന്നെ ഡിഫൻസീവ് അവയർനെസ് 95, എൻഗേജ്മെന്റ് 97, ടാക്ലിംഗ് 92, അഗ്രഷൻ 95. കത്തി നിൽക്കുന്നുണ്ട് ഗൈസ്, ഒരു രക്ഷയില്ല. സ്പീഡ് 94, ആക്സലേഷൻ 81, കിക്കിംഗ് പവർ 84, ജമ്പ് 84, ഫിസിക്കൽ കോണ്ടാക്ട് 84, സ്റ്റാമിന 88, ബാലൻസ് 70. സോ സെറ്റ് കാർഡാണ്, വേറെ ലെവല് പറയാം. സോ ആൾക്കിപ്പോൾ വന്നിരിക്കും ലോങ് റീഡ് ടാക്കിൾ തന്നെയാണ്. പേട കാർഡാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും മസ്റ്റ് സൈനിൽ ഉൾപ്പെടുത്താൻ വെച്ച് അടുത്തൊരു കാർഡാണ് നമ്മുടെ മാർക്കസ്. സോ നിങ്ങൾക്ക് പൊസിഷൻ ഏതാ ഷോർട്ടേജ് അതിനനുസരിച്ച് സൈൻ ചെയ്യാൻ ഞാൻ പറയുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മുടെ ലാസ്റ്റത്തെ പ്ലെയർ ആണ് നമ്മുടെ സ്വന്തം അഹമ്മദ് ഹസൻ എന്ന് പറഞ്ഞ പ്ലെയർ ആണ്. സോ ഇത് നമ്മുടെ ഈജിപ്തത്തിൻ്റെ ഒരു ലെജൻഡാണ് കേട്ടോ. അപ്പോൾ ആള് വന്നിരിക്കുന്നത് ക്രിയേറ്റീവ് പ്ലേ മേക്കർ കാർഡാണ്. AMF ആണ്. കാണുമ്പോൾ ചെറുതായിട്ട് സൈഡിൽ നിന്നൊക്കെ കക്കയുടെ ലുക്ക് ഉണ്ട് നിങ്ങൾ പറയും, ബട്ട് ഞാൻ പറയില്ല. ഓക്കെ. സോ ഫിനോൽ പാസ് ആണ് ആളുടെ സ്കില്ല് വന്നിരിക്കുന്നത്. അപ്പോൾ ആള് എജിലിച്ചാണ് ഞാൻ ഇതായിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ, ബൂസ്റ്ററായിട്ട്. സോ ആൾക്ക് കൊടുത്ത പ്രോഗ്രഷൻ പറയുന്നത് ഷൂട്ടിങ് 4, പാസിങ് 9, ഡ്രിബിളിങ് 11, ഡിക്സ്റ്റാരിറ്റി 8, ലോ ബോഡി 7. സോ അത്യാവശ്യം ആളുടെ സ്റ്റാറ്റ്സ് ആൾക്ക് വരുന്നുണ്ട്.
അറിയാലോ, അറ്റാക്ക് മിഡ്ഫീൽഡർ ആയിട്ട് തന്നെ ഓഫൻസീവ് എയർനെസ് 85, ബോൾ കൺട്രോൾ 93, ഡ്രിബിളിംഗ് 88, ടൈറ്റ് പൊസിഷൻ 93, ലോ പാസ് 89, ലോഫ്റ്റഡ് പാസ് 89, ഫിനിഷിംഗ് 81, സ്പീഡ് 83, ആക്സലേഷൻ 83, കിക്കിംഗ് പവർ 84, ബാലൻസ് 86, സ്റ്റാമിന 88. സോ കുഴപ്പമില്ല എന്ന് തന്നെ പറയാൻ പറ്റില്ല. ഫിനോൽ പാസ് ആൾക്ക് ഉണ്ട് സ്കില്ലായിട്ട്. ബട്ട് നമുക്ക് ഓൾറെഡി കണ്ടുപരിചയമുള്ള പോലത്തെ ഒരു സ്റ്റാറ്റ്സ് ഒക്കെ ഇത് വേറെ, ഞാൻ പറഞ്ഞില്ല, ഈ പ്ലെയർ ഓഫ് വീക്കിനും മറ്റേനൊക്കെ ഇഷ്ടം പോലെ ഇങ്ങനത്തെ സ്റ്റാറ്റ്സ് കിട്ടുകയാണ് ഗൈസ്. അപ്പോൾ ഗോ ഫോർ ഹിം. ഓക്കെ, അത്രയ്ക്ക് പറയുള്ളൂ. അപ്പോൾ ഇത്തരം പ്ലേയേഴ്സിൻ്റെ ഇതാണ് ഞാൻ പറഞ്ഞത് ഗൈസ്. അപ്പോൾ ഞാൻ ഓരോ പൊസിഷനിക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു പ്ലെയറെ സൈൻ ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഏത് പ്ലെയറെ സൈൻ ചെയ്യണമെന്ന്. ഇത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സെൻട്രൽ ഫോർവേഡ് കാർഡ് വേണമെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ ഇൽമാസിനെ സൈൻ ചെയ്തോ, സുനിൽ ഛേത്രിനെ സൈൻ ചെയ്തോ. അല്ലെങ്കിൽ ഇവർ രണ്ടുപേരെ മെയിനായിട്ട് റെക്കമെൻഡ് ചെയ്യുള്ളൂ, പറയുള്ളൂ ഞാൻ രണ്ടുപേരായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു വിങ്ങർ വേണമെങ്കിൽ ഒന്നില്ലെങ്കിൽ റിസാലിനെ സൈൻ ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ ഡെനിൽസൺ, പാർജിസ്, അങ്ങനൊന്നും കുഴപ്പമില്ല. ഓക്കെ, പിന്നെ ഡിഫൻഡർ വേണമെങ്കിൽ ഈ ബെനിറ്റ് അല്ലെങ്കിൽ ഇവർ രണ്ടുപേരുടെ ഡിഫൻഡർ ഉള്ളൂ. ഞാൻ കൂടുതൽ പോവുക മാർക്കസിനായിരിക്കും, മാർക്കസിനെ സൈൻ ചെയ്തതെന്ന് പറയുള്ളൂ കേട്ടോ. സോ ഹൈലി റെക്കമെൻഡ് ഈ പറഞ്ഞ പോലെ തന്നെ സുനിൽ ഛേത്രി, ഇൽമാസ്. സുനിൽ ഛേത്രി മിക്കവാറും 30 രൂപയുടെ ഷോപ്പിൽ നിന്ന് എടുക്കാനായിരിക്കും നല്ലത്. ഓക്കെ, സോ ഇൽമാസ്, റിസാല്, ബെനീറ്റിയ, മാർക്കസ്, പിന്നെ ഡെനിൽസൺ വേണമെങ്കിൽ ഇങ്ങനെ നോക്കിക്കോ. സോ ഇത്തരം പ്ലേയേഴ്സാണ് ഞാൻ അതിൽ റെക്കമെൻഡ് ചെയ്യുക. നമ്മുടെ ഡെഹാരിയും കുഴപ്പമില്ലാത്തൊരു ഗോൾ പോച്ചർ കാർഡാണ് കേട്ടോ, അണ്ടർ റേച്ചറാ പറയാം. എന്തായാലും ഇതിലത്തെ നിങ്ങളുടെ ടാർഗറ്റ് ആരാന്ന് നിങ്ങൾ കറക്കുണ്ട് ജസ്റ്റ് ആ കമൻറ്റ് കേട്ടോ. സോ ഞാൻ ഓൾറെഡി മറ്റേന്ന് സുനിൽ ഛേത്രി എടുത്തു. ഇനി ഇതിന്ന് എടുക്കാൻ ചാൻസ് കൂടുതൽ മാർക്കസിനായിരിക്കും. എന്തായാലും ഗൈസ്, നിങ്ങൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യട്ടെ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറയുന്നത് ഇതൊക്കെയാണ്. വിഷ് ലൈക്ക് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതായിരിക്കും ബൈ.